അപ്പൊ നമ്മളെല്ലാവരും കൂടെ കൂടി തലവൻ സിനിമ കാണാൻ പോവാണ്. ഇന്ന് നല്ല റിവ്യൂസ് ആണ്. ഞങ്ങൾ മാറ്റിനിക്കാ പോകുന്നത്. കുഞ്ഞാനൊന്നുമില്ല, ഞങ്ങൾ മാത്രം. മമ്മിയുണ്ട്. പിന്നെ ഇവിടുന്ന് അമ്മേനെ വിളിച്ചപ്പോ അമ്മയ്ക്ക് കാണണ്ട. അതല്ല, അമ്മയ്ക്ക് തണുപ്പത്ത് വിരിക്കാനായിട്ട് കാലുവേദന ഒക്കെ ആയതുകൊണ്ട് നമുക്ക് നേരെ മമ്മീനെ കൂട്ടണം. പ്രവിധാനത്ത് നിന്ന് മമ്മീനെ എടുത്തിട്ട് നമുക്ക് നല്ല റിവ്യൂ പറഞ്ഞു പോയി കാണാം. ഗൂഗിളില്ല, യൂട്യൂബിൽ എടുത്ത് നോക്കിയപ്പോൾ നല്ല പടമാണ്. നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ. ഓക്കെ, നമുക്ക് പോയി നോക്കാം. റംബൂട്ടാൻ, അതെ. അയ്യോ, നമ്മുടെ റംബൂട്ടാൻ കാണിച്ചാ പഴുക്കോ? പച്ച, എല്ലാം പച്ച. ഒരു മാസം കൂടെ എടുക്കുമായിരിക്കും നമ്മുടെ റംബൂട്ടാൻ ഇതാവാൻ. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് നൈസ കടയിൽ നിന്ന് ചാടി. അതെ അതെ, ഉച്ചയായതേ ഉള്ളൂ. കടയിലത്തെ ചേച്ചിമാരെ എന്നോട് പറയാം, ഓഹോ കട്ട് ചെയ്ത സിനിമ കാണാൻ പോവാണല്ലേ എന്ന്. ഡ്യൂട്ടി കട്ട് ചെയ്ത സിനിമ വെള്ളപ്പം എവിടെയോ സാധനമൊക്കെ മേടിച്ചിട്ട് മേടിച്ചു വരുന്ന വഴിയ മഴയിൽ നനഞ്ഞ് ഞങ്ങൾ ഈ റൂട്ടിലാണ് പോണത്. മഴയുണ്ട് കേട്ടോ. നമുക്ക് പാലായില് എല്ലായിടത്തും മഴയാണ്. പാലായിലും നല്ല എല്ലാ ദിവസവും മഴയാണ്. ഇപ്പൊ അതുകൊണ്ട് ചൂട് മാറി തണുപ്പായി. പക്ഷെ വെള്ളപ്പൊക്കം ഒന്നും വരാണ്ടിരുന്നാ മതിയായിരുന്നു. നമ്മള് പുത്തേട്ടില് ഇവിടെ ഉള്ളത് മലയാളി ഫ്രം ഇന്ത്യ ടർബോ ഗുരുവായൂർ. അതാണ് നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ. ഞാൻ അതെ അതെ പെട്ടെന്ന് പറഞ്ഞാട്ടോ. ഇനിയിപ്പൊ ഞങ്ങള് പോകുന്നത് ജോസ് തിയേറ്ററിലാണ്. നമ്മള് തലവൻ എന്ന് പറഞ്ഞ സിനിമയുള്ളത്. ഇവിടെ ടർബോയും മറ്റേ സിനിമയുള്ളതുകൊണ്ട് ജോസിലാണ് അല്ല മലയാളി ഫ്രം ഇന്ത്യ അതുകൊണ്ട് അത് ഓടുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. അവിടെ ഇത് കിടപ്പുണ്ട്. ടർബോ കാണാൻ പോകുന്നു. ടർബോ കാണും നമ്മള്. ടർബോയും നല്ല റിവ്യൂ നല്ല പടം. ഈ മാസം ഇറങ്ങിയ പടങ്ങളെല്ലാം ഹിറ്റാണ്. കഴിഞ്ഞ മാസവും ഇറങ്ങിയ എല്ലാം നല്ല ഫിലിംസ്. നല്ല ഫിലിംസ് വരട്ടെ അല്ല എന്നാ. നമുക്ക് തിയേറ്ററിൽ പോയാൽ നല്ല ഫിലിംസ് കാണാൻ പറ്റും. നല്ല രസമല്ലേ നാട്ടിൽ തിയേറ്ററിൽ സിനിമ കാണാൻ. അയ്യോ, ഞങ്ങൾ സൗദിയിലായിരുന്നു, നമ്മൾ മിസ്സായ കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ ആർമാദിക്കുക. ഇടക്കുന്ന പടങ്ങൾ മൊത്തം ഇരുന്ന് കാണുക. മഴ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇരുണ്ട് മൂടിയ. ഞാന് RR ടീമും ഞാൻ ആദ്യമേ ഞാൻ RR ആയിരുന്നു ആദ്യമേ തൊട്ട്. അങ്ങനെയല്ല, ഞങ്ങള് സഞ്ജു സാംസൺ ഉള്ളതുകൊണ്ട് ഞാൻ RR എന്ന് പറഞ്ഞത്. പക്ഷെ തലയുള്ളതുകൊണ്ട് ഞാൻ ധോണിയുടെ ടീമും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെ അന്ന് ഞാൻ RCB ആയത്. അന്നത്തെ ഗെയിമില് എനിക്ക് RCB പിന്നെ ആരായിരുന്നു നീ പറഞ്ഞു? ഇത് ടീം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മാറ്റി മാറ്റി ഇടുന്നല്ല ടീം. അല്ല, എനിക്ക് അപ്പൊ ഞാൻ അങ്ങനെയായി, അത്രേ ഉള്ളൂ. പക്ഷെ സഞ്ജു സാംസൺ ഉള്ളടത്താണ് നമ്മള്. ഞാൻ സഞ്ജു ഉള്ളതുകൊണ്ട് RR ജയിക്കട്ടെ എന്ന് ഞാനും പറഞ്ഞു. പക്ഷെ എനിക്ക് കോഹ്ലിനെയും ധോനിയെയും ഇഷ്ടമാണ്. പിന്നെ RCBയും RRും വന്നപ്പോ ഞാൻ ആദ്യം ഓർത്തു ചിലപ്പോ RCB ജയിക്കുമായിരിക്കും എന്ന്. എന്നാലും ജയിച്ചല്ലോ. ഇവിടെ അന്നമോൾ RCBയുടെ വലിയ ഫാനാണ്. RCBയുടെ ജേഴ്സി വേണമെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. ഇനിയിപ്പോ വേണോ ഇനി? അടുത്ത വർഷം അത് തന്നെ. അടുത്ത വർഷം. അതെ അതെ അതെ. സാര ഏത് ടീമാ? സാര അതെ അമ്മയുടെ കൂടെ അല്ലേ. ഷാര മാത്രമേ ഉള്ളൂ അമ്മയുടെ കൂടെ അല്ലെ ഷാര? സാര ഒരു പാട്ട് പാടുമായിരുന്നു എന്നെ. പാട്ട് പഠിക്കും സാറേ. എല്ലാരും കേക്കട്ടെ. പാട് സാറേ, പാടാ പാട്ട്. നല്ല പാട്ടത്. ഉണ്ടോ? ഞങ്ങളിവിടെ വരുന്ന വഴിക്ക് മൊത്തം ബ്ലോക്ക്. എന്ത് കാര്യത്തിനാണ് ബ്ലോക്ക് ആയെന്ന് അറിയത്തില്ല. ഇവിടെ ഫുള്ള് ബ്ലോക്ക്. താഴോട്ട് പോയിട്ട് ഇതെന്ത് കാര്യം? ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അത് ഇവിടുത്തും ബ്ലോക്ക് അവിടുത്തും ബ്ലോക്ക്. എല്ലാരും ഏതെങ്കിലും ഒരു വണ്ടി, ആ വണ്ടി അങ്ങോട്ടേക്ക് വെക്കേണ്ടി വരും. അതെ, ഈ പുള്ളി ഇവിടെ കിടന്ന് പറയുന്നു.
അതെ, ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ടും പോകത്തില്ലല്ലോ. നമ്മള് പ്രവിധാനത്ത് വന്നിരിക്കുകയാണ്. ഓ, മഴ കാരണം കാണത്തില്ലല്ലോ. മമ്മി റെഡിയായിട്ട് നിൽക്കുകയാണ്. ആദ്യപോലെ കാണണം. എനിക്കും ആദ്യം കാണണം. പിന്നെ പകുതിന്നാണ് പടം കാണുന്നത്. അത് കൊള്ളാം. അമ്മയുടെ മുത്തുക്കളെല്ലാം ഉണ്ടല്ലോ. അതെ, എല്ലാരും ഉണ്ട്. കുഞ്ഞാന്റെ പടം കാണാൻ പോവാണ്. അതെ 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 ഞാൻ റിവ്യൂ ഒക്കെ നോക്കി യൂട്യൂബില് എല്ലാരും നല്ല അടിപൊളി പടം പറഞ്ഞു. ഞാൻ മറ്റേ ഫേസ്ബുക്കിൽ നോക്കുമ്പോ അപ്പൻ ഇറങ്ങി വരുന്നേ. അപ്പൊ അപ്പനും അപ്പവും കൊച്ചും എറണാകുളത്ത് ജോസിലാണ്. 2:30 സിനിമ. 2 ഉള്ളൂ. 2:30 സിനിമ. 2:30 എന്താ കുഴപ്പം ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ചിലപ്പോ ബ്ലോക്ക് നമ്മള് മുമ്പ് കണ്ടതല്ലേ. ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്കായപ്പോ മമ്മി ഇവിടെ ഭയങ്കര എല്ലാ വണ്ടിയും വട്ടത്തിൽ കിടക്കാം. പിന്നെ ആൾക്കാർ കേറാൻ നമുക്ക് പാടാം. ഇവിടെ പറഞ്ഞ ആദ്യം പോലെ കാണണം. എന്നും നമ്മള് കൊതിയെന്നാ കാണുന്നത്. നമ്മളാദ്യമായിട്ട് അവര് വരുമ്പോഴേ ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് നമ്മള് വരുന്നത്. നമ്മള് നേരത്തെ വന്നടാ. ഓ, ഉണ്ട്. അല്ല, അന്നേരം എവിടെയാ സിനിമ സിനിമ ഞാൻ ഇവിടെ കാണിച്ചായിരുന്നു. ജോസിലാ കാണിച്ചത്. കഴിഞ്ഞ ദിവസം ആരാണ്ട് പറഞ്ഞു പാലയൊക്കെ കാണുമ്പോ കൊതിയാകുന്നു. അതെ അതെ, ഇവിടെ ഉണ്ട് കേട്ടോ. ഗുരുവായൂരമ്പല നടയിൽ ഇവിടെയും ഉണ്ട്. പിന്നെ തലവാരുമുണ്ട്. ഒരു പോപ്കോൺ. ഇങ്ങനെയാണ് പോപ്കോൺ. ഈ ഫിലിമിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ആസിഫ് അലി വീട്ടിൽ വന്നേ. അന്ന് വന്നില്ലേ? അതെ അതെ അതെ. അതങ്ങനെയാ, കുറച്ച് കഴിഞ്ഞിട്ട് റിലീസ് ആവുള്ളൂ. ഓ, ഓക്കെ ഓക്കെ. അങ്ങനെ പതുക്കെ ഫില്ലാവുന്നുണ്ട്. 1.5 മണിക്കൂർ കൂടെ ഉണ്ട് കേട്ടോ സിനിമ തുടങ്ങാൻ. ഐസ്ക്രീം ചൂടാന്നോ? മഴയത്ത്, നല്ല മഴയത്ത് ഐസ്ക്രീം. ഇതാ ഇവിടെ കഴിച്ചോ? ഓ, ഞാനിപ്പോഴും ഓർക്കുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ കൊച്ചിലത് ഞങ്ങൾ ഇങ്ങനെ നിൽക്കുമായിരുന്നു ഇവിടെ ക്യൂ ഫിലിമിന്. എന്ന് അതിലൂടെ കയറുമായിരുന്നു. ഇതിലൂടെ കയറാം, ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ അപ്പുറത്തൂടെ കയറാം, പിന്നെ ഇതിലൂടെ കയറാം. എടാ, ഇപ്പൊ കഴിക്കണില്ല, അടുത്തു പോകും. ഓ, ഓക്കെ ഓക്കെ. ഏറ്റവും ബാക്കിലല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറേ നാൾക്ക് ശേഷം ജോസിന്റെ സിനിമ ആണെന്ന് ഏറ്റവും അവസാനം കണ്ട പടം ഏതാണാവോ, ഓർക്കുന്നില്ല. ഇതാണ് ഞങ്ങളുടെ ജോസ് തിയേറ്റർ. പക്ഷെ മൾട്ടിപ്ലക്സിൽ കാണുന്ന ഇതൊന്നും ഇല്ല. എങ്ങനെയുണ്ട് അന്നയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അന്നയ്ക്ക് തിയേറ്റർ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുന്നത്. അവർക്ക് പൊക്കോലത്തിന് കാണത്തില്ല. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ല സിനിമയായിരുന്നു. നമ്മളിങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഒരു കണ്ടുപിടിക്കുന്ന ഒരു ത്രില്ലറായിട്ടാണ്. നല്ല സിനിമയാ. അപ്പം തിയേറ്ററിൽ പോയി എല്ലാരും കാണുക. നല്ല സിനിമയാണ് തലവൻ. ക്രൈമും ഇൻവെസ്റ്റിഗേഷനും ത്രില്ലറും അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു സിനിമയായിരിക്കും. നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. നന്നായിട്ട്. ഒന്നും പറയില്ല. പിന്നെ പോലീസ് വേഷം നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ നന്നായിട്ടാണ് ചെയ്തത്. അങ്ങനെ ഈ വർഷം ഇറങ്ങിയ പടങ്ങളെല്ലാം ഹിറ്റ്, സൂപ്പർ. ഇവിടം വരെ വന്നപ്പോഴത്തേക്ക് അന്നമ്മക്ക് കാപ്പ് കുടിക്കണമെന്ന് ഭയങ്കര മമ്മി വീട്ടിൽ നിന്ന് വിളിച്ച കാപ്പ് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അന്നമ്മോട് പറഞ്ഞു വേണോ, അപ്പൊ ഇവിടെ കഫേ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടുന്ന് കഴിക്കാൻ ബ്രോ എന്നൊക്കെ പറഞ്ഞു.
ഇപ്പൊ ഞാനിവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് നോക്കാം. ഞാനിവിടെ കഫേ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു കടയിൽ അതെ ഞാനും ഇപ്പോഴാട്ടോ ഇവിടെ ഒരു കടയുണ്ടെന്ന് കാണുന്നത്. ഓക്കെ നമുക്ക് ഇവിടെ പോയി കോഫി ഉണ്ടോന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടും കാണുന്ന കഫേ പ്ലാനറ്റ് ആണ്. പ്ലാനറ്റ് ഇല്ല കഫേ പ്ലാന്റ്. നമ്മളെല്ലാരും അവിടെ ആയിരുന്നു. നമ്മൾ ചായ കുടിക്കാൻ കയറിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾക്കും ഒരു കോഫി. എനിക്കൊരു കോഫി. ഇവിടുത്തെ മെനു അടിപൊളി മെനു ഉണ്ടോ. കുറെ ബർഗർ ഉണ്ട്, ദം ബിരിയാണി ഉണ്ട്, ബീഫ് ബർഗർ ഉണ്ട്, ബീഫ് ബർഗർ, ചിക്കൻ ബർഗർ, വെജ് ബർഗർ, കുറെ ഐറ്റംസ്. നിങ്ങൾ ഇവിടെ തന്നെ കഴിക്കണേ? ഇവിടെ പറ്റത്തില്ല, ഇവിടെ ബില്ലടിക്കാനേ പറ്റും. സാറക്ക് കട്ട്ലേറ്റ്, എനിക്ക് കോഫി. ഏതാ അതെ മേടിച്ച 3 കട്ട്ലേറ്റും എന്തുകൂടി പോയെന്ന് അറിയത്തില്ല. കട്ട്ലേറ്റ് 2 കഴിച്ച ഞാന്, 1 കഴിച്ച അന്ന. ഞാനൊരു പഴംപൊരിയാ കഴിച്ചു. ചായ ചൂടുണ്ടെന്ന് പറഞ്ഞ ഒരാൾ വെച്ചോണ്ടിരിക്കുകയാണ്. ഈ നല്ല ക്ലൈമറ്റ് അല്ലേ മഴയത്ത് കോഫി കുടിക്കാൻ? കടത്ത് അവിടെ കുറെ തേനിരിപ്പുണ്ട്. തേനാണോ? ഇവിടെ എല്ലാ ഐറ്റം ഉണ്ട്, കുറെ ഐറ്റം ഉണ്ട്.